താങ്കൾക്ക് വിഷമം വരും. നാഷണൽ ഹൈവേ, നിതിൻ ഗഡ്കരി, ഉപരിതല ഗതാഗത വകുപ്പ്, കേന്ദ്ര സർക്കാർ, കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി, അങ്ങനെയൊക്കെ താങ്കൾ പറയൂ. ഈ പൊളിയുമ്പോൾ മാത്രമാണ് കേട്ടോ കേന്ദ്രത്തെക്കുറിച്ച് പറയുക. അതുവരെ പി എ മുഹമ്മദ് റിയാസ് പണിത റോഡ് പോലെയാണ് ആഘോഷം. അതുപോലെ തലസ്ഥാനത്ത് സ്മാർട്ട് റോഡ് ആക്കിയതിന്റെ ആഘോഷം നടത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസും എല്ലാവരും ചേർന്നാണ്. അപ്പോഴും കേന്ദ്രത്തിന് ഒരു ക്രെഡിറ്റും ഇല്ല. കേന്ദ്രം അത് വന്ന് അതുവഴി എങ്ങാണ്ട് പോയി എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും നിതിൻ ഗഡ്കരി, NHAI, ദേശീയപാത, കേന്ദ്രത്തിന്റെ കുഴപ്പം, കേന്ദ്രം ഏർപ്പാടാക്കിയ കരാറുകാർ, NHAIയുടെ കരാറുകാരുടെ വീഴ്ച, അതെല്ലാം പറയും. അപ്പോൾ ആ വീഴ്ച ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇതിന്റെ നേട്ടങ്ങളും കേരളത്തിലെ എല്ലാ പാതകളും കൃത്യമായി പൂർത്തീകരിക്കുമ്പോഴും ഈ നേട്ടം അങ്ങ് വിട്ടുകൊടുക്കണം. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇനി ടൂറിസം മേഖലയുടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞു. ടൂറിസം മേഖലയുടെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ 900 കട്ടിയിൽ ആ ടെന്റ് തകർന്നു വീണ് മരിച്ചുപോയ ഒരു പെൺകുട്ടി അവിടെ കിടപ്പുണ്ട്. ആ നിഷ്മയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? ഉത്തരവാദിത്ത ടൂറിസം, സുരക്ഷിത ടൂറിസം, അത് സംസ്ഥാനത്ത് എല്ലായിടത്തും നടപ്പാക്കാനായിട്ട് ഈ ടൂറിസം മന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലായിടത്തും കൊണ്ടുവന്നു. എത്ര സ്ഥലത്താണ് പൊളിഞ്ഞത്? കണ്ണൂരിൽ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ പൊളിഞ്ഞു, വർക്കലയിൽ പൊളിഞ്ഞു. എല്ലായിടത്തും വലിയ രീതിയിൽ പദ്ധതികൾ കൊണ്ടുവരും. പക്ഷേ അവിടെ സുരക്ഷിത ടൂറിസം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ? അതുകൂടി നടപ്പാക്കാനുണ്ട്. ആഘോഷിച്ചോട്ടെ. പക്ഷേ അതിൻ്റെ കൂടെ നന്നാക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകണം. അല്ലാതെ കണ്ണടച്ച് ഇരുന്നിട്ട് കാര്യമില്ല.